ചൂടിനാശ്വാസമായി കേരളത്തിൽ വേനൽ മഴ തുടരും. മഴ വരും ദിവസങ്ങളിൽ ശക്തി പ്രാപിക്കുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇടിമിന്നലോടുകൂടിയ ശക്തമായ മഴയാണ് പ്രതീക്ഷിക്കുന്നത്. ഇതോടെ വിവിധ ജില്ലകളിൽ യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. വെന്തുരുകുന്ന കേരളത്തിന് ആശ്വാസമേകി വേനൽമഴ സജീവമാകുന്നു. അതായത് ഇന്നു മുതൽ തെക്കൻ മധ്യ കേരളത്തിലെ വിവിധ ജില്ലകളിൽ വ്യാപകമായ മഴ ലഭിക്കും. വരും ദിവസങ്ങളിലും മഴ വടക്കൻ കേരളത്തിലും വ്യാപിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ. അതായത് സംസ്ഥാനത്താകെ മഴ കൂടുതൽ ശക്തമാകുമെന്ന് തന്നെയാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ വിലയിരുത്തൽ. കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളായി ഉയർന്ന താപനില രേഖപ്പെടുത്തിയ പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, തിരുവനന്തപുരം ജില്ലകളിൽ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം മഴ ലഭിച്ചിരുന്നു. ഇടുക്കിയിലെ ഹൈറേഞ്ച് മേഖലയിൽ ശക്തമായ മഴയാണ് പെയ്തത്. ഇത് കുടിവെള്ളക്ഷാമത്തിനും കൃഷിനാശത്തിനും ചെറിയ രീതിയിലുള്ള ആശ്വാസം പകർന്നിട്ടുണ്ട്. എന്നാൽ വടക്കൻ കേരളത്തിൽ വൈകുന്നേരത്തോടെ ഇടിയും മഴയും പെയ്തുവെന്നാണ് പറയുന്നത്. വരുന്ന ദിവസങ്ങളിൽ മഴ ശക്തമാകുന്ന സാഹചര്യത്തിൽ വിവിധ ജില്ലകളിൽ അലർട്ടുകളും പ്രഖ്യാപിച്ചിട്ടുണ്ട്. വ്യാഴാഴ്ച കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ കനത്ത മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് പറയുന്നത്. വെള്ളിയാഴ്ച പത്തനംതിട്ട, ഇടുക്കി, വയനാട് ജില്ലകളിലും ശനിയാഴ്ച ആലപ്പുഴ, കോട്ടയം, എറണാകുളം ജില്ലകളിലും ജാഗ്രതാ നിർദ്ദേശമുണ്ട്. ശനിയാഴ്ച വരെ ഉച്ചയ്ക്ക് ശേഷം ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കാണ് സാധ്യതയുള്ളത്. ഉച്ചയ്ക്ക് 2 മണി മുതൽ രാത്രി 10 മണി വരെയുള്ള സമയത്ത് ഇടിമിന്നൽ സാധ്യത കൂടുതലാണ്. അതിനാൽ പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കണം. കൂടാതെ കാർമേഘം കണ്ടു തുടങ്ങുന്ന സമയം മുതൽ തന്നെ മുൻകരുതൽ നടപടികൾ സ്വീകരിക്കണം. തുടർച്ചയായി 40 ഡിഗ്രി സെൽഷ്യസിന് മുകളിൽ ചൂട് രേഖപ്പെടുത്തിയിരുന്ന പാലക്കാട് ജില്ലയിൽ ഉൾപ്പെടെ പല സ്ഥലങ്ങളിലും മഴ പെയ്തതോടെ താപനിലയിൽ കുറവ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. മാത്രമല്ല, വേനൽമഴ ലഭിക്കുന്നത് ജലസ്രോതസ്സുകളിലെ നീരൊഴുക്ക് വർദ്ധിപ്പിക്കാനും സഹായിക്കും. നിലവിലെ കണക്കുകൂട്ടലുകൾ പ്രകാരം ശനിയാഴ്ചയ്ക്ക് ശേഷം ഏതാനും ദിവസങ്ങൾ മഴയിൽ കുറവുണ്ടായേക്കാം. എന്നാൽ അതിനുശേഷം വീണ്ടും മഴ സജീവമാകും. മെയ് പകുതിയോടെ സംസ്ഥാനത്ത് കൂടുതൽ മഴ ലഭിക്കാനാണ് സാധ്യത. ഇത് കാലവർഷത്തിന് മുന്നോടിയായുള്ള അന്തരീക്ഷ മാറ്റങ്ങളുടെ സൂചനയായും പറയുന്നു. വേനൽ കടുത്തതോടെ കിണറുകളും തോടുകളും വറ്റിത്തുടങ്ങിയ സാഹചര്യത്തിലാണ് ഇപ്പോൾ മഴയെത്തിയതോടെ കുടിവെള്ളക്ഷാമത്തിന് ചെറിയ ആശ്വാസമായി മാറിയിരിക്കുന്നത്. എന്തായാലും കേരളത്തിൽ മഴ സജീവമാകുമെന്ന് തന്നെയാണ് മുന്നറിയിപ്പ്. ന്യൂസ് ഡെസ്ക്, സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.